ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ വെനസ്ഡേ മോർണിംഗ് ആണ്. മോർണിംഗിലെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ഞാൻ ഇന്നലെ തന്നെ അമരപ്പയർ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. മിക്ക ദിവസങ്ങളിലും പച്ചക്കറി രാത്രി തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാറുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതിട്ടിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്രഷ്ഡ് ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അമരപ്പയർ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഉപ്പേരിയുടെ റെസിപ്പി ഒന്നും പ്രത്യേകിച്ച് പറയാത്തത് ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമരപ്പയർ ഉപ്പേരി റെഡി. ഒരുവിധ ഉപ്പേരികളൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓവർ തിങ്കിങ്ങിനെ കുറിച്ചിട്ടൊന്ന് സംസാരിക്കാം കേട്ടോ. ഈ ഓവർ തിങ്കിങ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ നിങ്ങളത് മാറ്റിക്കൊണ്ടുവരണം. കാരണം നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും ഈ ഓവർ തിങ്കിങ് കാരണം കൊണ്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഓവർ തിങ്കിങ് കൊണ്ട് നമുക്കൊന്നും നേടാനില്ല. ചിലപ്പോഴുണ്ടല്ലോ നമ്മൾ സംഭവിക്കാത്ത ഒരു കാര്യങ്ങൾ പോലും ചിന്തിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ഒരു ഹാപ്പിനെസ് നഷ്ടപ്പെടുത്തും. ചില കാര്യങ്ങൾ ഉടൻ ആൻസർ നമുക്ക് കിട്ടണമെന്നില്ല. ചില പ്രോബ്ലംസിന് സമയമാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ വെറുതെ ഓവർ തിങ്ക് ചെയ്ത് നമ്മുടെ ടൈം കളയണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നലത്തെ മോര് കറി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.